പ്രകാശൻ പുതിയായിട്ട് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ പ്രകാശൻ, എന്തുകൊണ്ട് ഇങ്ങനൊരു റിസൾട്ട് വന്നു എന്ന് ആലോചിക്കുമ്പോൾ യാദവ് വോട്ട് ബേസ് ഇപ്പോഴും RJDയുടെ പക്കൽ തന്നെ ഉണ്ട് എന്ന് അവരുടെ വോട്ട് ഷെയർ തെളിയിക്കുന്നു. 22% വോട്ട് ഷെയർ RJDക്ക് ഉണ്ട്. അതുകൊണ്ട് യാദവ് വോട്ടുകൾ നിശ്ചയമായും കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ യാദവ് വോട്ട് ബേസിന് പുറത്തേക്ക് വോട്ട് സമാഹരിക്കാൻ തേജസ്വി യാദവ് ഉദ്ദേശിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ യുവ വോട്ടർമാർ ഈ ജാതി ലൈനുകൾക്കപ്പുറത്ത് RJDയിലേക്ക് വന്നിട്ടില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ. ഒപ്പം മുസ്ലിം വോട്ടിൽ വന്നിട്ടുള്ള സ്പ്ലിറ്റും വലിയ തോതിൽ ഈ മുന്നണിക്ക് തിരിച്ചടിയായി എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഈ ഇങ്ങനെ ഒരു റിസൾട്ടിന് കാരണം? ഇത്രയും വലിയൊരു പരാജയം മഹാഗഠബന്ധൻ ഏറ്റുവാങ്ങാനുള്ള കാരണം എന്തായിരിക്കും? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകളുടെ 42 ലക്ഷം സ്ത്രീകളുടെ SIRലൂടെ നഷ്ടപ്പെട്ടത് 42 ലക്ഷം സ്ത്രീകളുടെ വോട്ടുകളാണ്. 4 ലക്ഷത്തിലധികം വോട്ടുകളാണ് സ്ത്രീകൾ കൂടുതലായിട്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് കഴിഞ്ഞ തവണത്തേക്കാൾ. ഇത്രയധികം വോട്ട് SIRലൂടെ നഷ്ടപ്പെട്ടിട്ടും സ്ത്രീകൾ അഭൂതപൂർവമായിട്ട് 8% സ്ത്രീകൾ അഭൂതപൂർവമായിട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിതീഷിന്റെ വലിയൊരു ഈ പറഞ്ഞ നേരത്തെയുള്ള സൗജന്യങ്ങൾ വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ഒരു കാര്യത്തില് RJDക്ക് ഭയമുണ്ടായിരുന്നു. RJDക്ക് കോൺഗ്രസിനും പൊതുവെ ഭയമുണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ പ്രചരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ സൗജന്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശബ്ദമായി നിൽക്കുന്നു. പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുമ്പോഴും സൗജന്യം വാരിക്കോരി കൊടുക്കുന്നതിന് മിണ്ടാതിരിക്കുന്നു. ഇത് ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പാണ് എന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപണം ഉന്നയിക്കാൻ അവർക്ക് ഈ ഭയം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ പ്രശാന്ത് കിഷോറിന്റെ ഫാക്ടർ, നമുക്ക് പ്രശാന്ത് കിഷോർ എനിക്ക് തോന്നുന്ന ഇപ്പൊ തന്നെ 5% വോട്ട് നേടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ 5% വോട്ട് ഏതൊക്കെ പാർട്ടികളുടേതാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ചിത്രം പൂർണ്ണമായി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോ ഈ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബീഹാറില് ഈ ജാതി രാഷ്ട്രീയം വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ടെങ്കിലും യുവാക്കൾക്കിടയിൽ ഇതിൽ നിന്നൊക്കെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒട്ടേറെ യുവാക്കളെ നമുക്ക് ബീഹാറിൽ കാണാൻ പറ്റും. യുവജനങ്ങൾ ഇതിൽ നിന്ന് മാറി വിദ്യാഭ്യാസം നേടി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു മത്സരക്ഷമതയോടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ യുവാക്കളുണ്ട്. ആ യുവാക്കളെ ഏത് തരത്തിലായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക? അവർക്ക് പലരും പ്രശാന്ത് കിഷോറിന്റെ അനുകൂലമായി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. പ്രശാന്ത് കിഷോർ പരാജയപ്പെട്ടെങ്കിലും അത്തരമൊരു ചിന്ത രൂപപ്പെടുന്ന യുവാക്കൾ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ യുവാക്കൾക്കാണ് ഇത്തവണ നിതീഷ് ഡിഗ്രി കഴിഞ്ഞാല് അവർക്ക് സ്വയം തൊഴിലിന് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് തുടർ പഠനത്തിനൊക്കെ വലിയ തോതിലുള്ള സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷി പറയുന്നതും പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ ഭരണത്തിന് പുറത്തിരുന്ന് വാഗ്ദാനങ്ങൾ നൽകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തേജസ്വി യാദവിന്റെ കാര്യത്തില് ഒരു വീട്ടിലൊരു സർക്കാർ തൊഴിൽ അടക്കമുള്ള വാഗ്ദാനങ്ങളുണ്ട്. പക്ഷെ അതൊരു വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതേസമയം ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം, നിതീഷിനെ സംബന്ധിച്ചിടത്തോളം അത് നേരിട്ട് നൽകുകയാണ് പല രൂപത്തിൽ. ആ ഒരു വ്യത്യാസം നിതീഷിനെ മനസ്സിലാക്കേണ്ടത് ഈ 140ഓളം വരുന്ന EBC മണ്ഡലങ്ങളിൽ, EBCക്കാർ പിന്നാക്ക വിഭാഗക്കാർ കൂടുതലുള്ള 140ഓളം മണ്ഡലങ്ങളിൽ 112, 115 മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ട് ജയിച്ചിട്ടുള്ളത് നിതീഷിന്റെ പാർട്ടിയാണ്. നിതീഷിന്റെയും BJPയുടെയും കോമ്പിനേഷനാണ്. അപ്പോ ആ തരത്തില് വലിയ ഒരു മുന്നേറ്റം നിതീഷിനും BJPക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും ഈ അതിപിന്നാക്ക വിഭാഗക്കാരും അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ മുസ്ലിം വോട്ടിന്റെ കാര്യം പറയുമ്പോൾ ശ്രീ പ്രകാശൻ, നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മുകേഷ് സാഗ്നിയെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരുന്നു. VIP ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല. മല്ല സമുദായത്തിന്റെ വോട്ട് കിട്ടിയോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും VIP സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു പോയി. മുസ്ലിം സമുദായത്തെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കോൺഗ്രസ് കാണുന്നു. എന്തായാലും ഇവർ നമുക്ക് വോട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു എന്ന മട്ടിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലായാലും അവർക്ക് കിട്ടുന്ന റെപ്രസന്റേഷന്റെ കാര്യത്തിലായാലും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള അപാകം വലിയ തോതിലൊരു മുസ്ലിം ബാക്ക്ലാഷിന് ഇടയാക്കിയിട്ടുണ്ടോ? സീമാഞ്ചലിലെ ഈ മഹാഗഠബന്ധന്റെ പരാജയത്തിന്റെ പിന്നിൽ അതായിരിക്കുമോ? സീമാഞ്ചലില് ഒവൈസിയുടെ പാർട്ടി മുസ്ലിം BJPയുടെ B ടീമാണെന്നുള്ള രൂപത്തിൽ വലിയ രൂപത്തിൽ പ്രചാരണം പ്രതിപക്ഷം നടത്തുന്നുണ്ട് എങ്കിൽ കൂടിയും ഒവൈസി ജനങ്ങൾക്കിടയിൽ ഇറങ്ങുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദരിദ്രരായിട്ടുള്ള
വിദ്യാഭ്യാസം കുറഞ്ഞ പാവപ്പെട്ടവരായ ജനങ്ങളാണ് ഭൂരിപക്ഷവും ബീഹാറിൽ. അതിനെ അവരുടെ വൈകാരികത ഉദ്ദീപിപ്പിക്കുക എന്ന് പറയുന്നത് ഒവൈസിയെ പോലുള്ള വളരെ മികച്ചൊരു വാഗ്മിക്ക് തന്റെ മതപരമായ കാര്യങ്ങൾ പറയാൻ കൃത്യമായി അറിയുന്ന ഒരു തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരന് എളുപ്പത്തിൽ സാധിക്കും. അത് തന്നെയാണ് അയാൾ എല്ലായിടത്തും ജയിച്ചില്ല എങ്കിൽ കൂടി വോട്ട് കട്ട് ചെയ്യാനും കോൺഗ്രസിനെയും അതുപോലെ തന്നെ RJD തോൽപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പാർട്ടി വോട്ട് കട്ടറായി മാറി. ഒരു 4 സീറ്റായി. നേരത്തെ 4 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. അതും ഭേദപ്പെട്ട ലീഡാണ്. ഒരു അപ്ഡേറ്റ് കൂടി അതിനിടയിൽ അതുകൂടി പറഞ്ഞു പോവാം. തേജസ്വി യാദവ് വീണ്ടും ട്രാക്കിലേക്ക് വരികയാണ്. ലീഡ് ചെയ്യുന്നു തേജസ്വി യാദവ്. രാഘവ്പൂരിൽ 219 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നതാണ് പുതിയ ഒരു അപ്ഡേറ്റ് ഉള്ളത്. സതീഷ് കുമാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സതീഷ് കുമാർ പിന്നിൽ പോയിരിക്കുകയാണ്. ഏറെ നേരം പിന്നിട്ട് നിന്നതിന് ശേഷമാണ് ഇപ്പോൾ തേജസ്വി യാദവ് 219 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത്.